പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ന്യൂ റേഷ്യോ, സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തുന്ന ഡിഫറെൻ്റ് പോസിബിലിറ്റീസ് ചർച്ച ചെയ്തിരുന്നു. അതിൽ തന്നെ ഫസ്റ്റ് പോസിബിലിറ്റി ആയിട്ടുള്ള ഓൺലി ദി ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഈസ് ഗിവൺ. ഒരു ക്വസ്റ്റ്യനിൽ പഴയ പങ്കാളികളുടെ പഴയ ഷെയറിനോടൊപ്പം പുതിയ പങ്കാളിയുടെ ഷെയർ മാത്രമാണ് നൽകിയിട്ടുള്ളതെങ്കിൽ എങ്ങനെയാണ് സാക്രിഫൈസ് റേഷ്യോ, ന്യൂ റേഷ്യോ കണ്ടെത്തുക എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തു. ഇന്നത്തെ ക്ലാസ്സിൽ അതിലെ രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ദാറ്റ് ഈസ് സാക്രിഫൈസ് റേഷ്യോ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ഈസ് ഗിവൺ എലോങ് വിത്ത് ഓൾഡ് റേഷ്യോ. പഴയ പങ്കാളികളുടെ പഴയ ഷെയറിനോടൊപ്പം പഴയ പങ്കാളികളുടെ സാക്രിഫൈസിങ് റേഷ്യോ കൂടി നൽകിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ന്യൂ റേഷ്യോ കണ്ടെത്താം എന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത്തരം ക്വസ്റ്റ്യനിൽ പഴയ പങ്കാളികളുടെ പഴയ ഷെയറും അതോടൊപ്പം തന്നെ പുതിയ പങ്കാളിക്ക് പഴയ പങ്കാളികൾ അവരുടെ ഷെയറിൽ നിന്ന് എത്രയാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്, എത്രയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് എന്നുകൂടി ക്വസ്റ്റ്യനിലുണ്ടാവും. അപ്പം അത്തരം ക്വസ്റ്റ്യനുകൾ പ്രധാനമായും 5 വ്യത്യസ്ത കേസുകളായിട്ടാണ് ഉണ്ടാവാറുള്ളത്. ആ കേസുകളൊന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് കേസ്, വെൻ ദി ന്യൂ പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഈക്വലി. പുതിയ പങ്കാളി പഴയ പങ്കാളികളിൽ നിന്ന് ഷെയർ നേടുന്നത് തുല്യമായിട്ടാണ്. അപ്പോൾ പഴയ പങ്കാളികൾ സാക്രിഫൈസ് ചെയ്യുന്നത് തുല്യമായിട്ടാണ്. 2 പങ്കാളി ഉണ്ടെങ്കിൽ 2 പങ്കാളികളും തുല്യമായിട്ടാണ് പുതിയ പങ്കാളിക്ക് അവരുടെ ഷെയർ വിട്ടു നൽകുന്നത്. അപ്പം ഇവിടെ സാക്രിഫൈസ് റേഷ്യോ ഈക്വലി തുല്യമായിട്ടാണ്. അതാണ് ഒരു കേസ്. മറ്റൊരു കേസ്, വെൻ ദി ന്യൂ പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഓൺലി ഫ്രം വൺ പാർട്ട്ണർ. പുതിയ പങ്കാളി അയാൾക്ക് ലഭിക്കേണ്ട ഓഹരി നേടുന്നത് ഒരൊറ്റ പങ്കാളിയിൽ നിന്ന് മാത്രമാണെങ്കിൽ, അപ്പം ഇവിടെയും ഒരു പങ്കാളി മാത്രമാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാൾ മാത്രമാണ് ഷെയർ പുതിയ പങ്കാളിക്ക് വിട്ടു നൽകുന്നത്. ദെൻ മറ്റൊരു കേസ്, വെൻ ദി ഷെയർ ടേക്കൺ ഫ്രം ഈച്ച് ഓൾഡ് പാർട്ട്നേഴ്സ് ഈസ് ഗിവൺ. ക്വസ്റ്റ്യനിൽ ഓരോ പങ്കാളികളും പുതിയ പങ്കാളിക്ക് നൽകുന്ന ഷെയർ എത്രയാണ് എന്ന് പ്രത്യേകമായി നൽകിയിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ എ, ബി 2 പങ്കാളികൾ ഉണ്ടെങ്കിൽ എയും ബിയും സി എന്ന പുതിയ പങ്കാളിക്ക് എത്രയാണ് ഷെയർ നൽകുന്നത് എന്ന് പ്രോബ്ലത്തിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്തരം ഒരു കേസ്. മറ്റൊരു കേസാണ്, വെൻ ദി ന്യൂ പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഫ്രം ഓൾഡ് പാർട്ട്നേഴ്സ് ഇൻ സർട്ടൻ റേഷ്യോ. പുതിയ പങ്കാളി പഴയ പങ്കാളികളിൽ നിന്ന് ഷെയർ നേടുന്നത് ഒരു പ്രത്യേക അനുപാതത്തിലാണെങ്കിൽ, ഉദാഹരണമായി നമ്മൾ മുമ്പ് പറഞ്ഞു തുല്യമായിട്ട് എന്ന് പറഞ്ഞതുപോലെ തുല്യമല്ലാത്ത മറ്റൊരു അനുപാതം, ഉദാഹരണം എ, ബി 2 പങ്കാളികൾ അവർ പുതുതായിട്ട് സി എക്ക് പ്രവേശനം നൽകുമ്പോൾ സിക്ക് നൽകുന്ന ഷെയർ എയും ബിയും 2:1 2:1 എന്ന അനുപാതത്തിൽ നൽകുന്നു. ഇത്തരത്തിലുള്ള, അപ്പൊ അവിടെയും അവർ സാക്രിഫൈസ് ചെയ്യുന്ന അനുപാതം എന്താണ്? 2:1. അപ്പൊ ഇത്തരത്തിൽ സാക്രിഫൈസ് റേഷ്യോ നൽകുന്ന ഒരു കേസാണ് ഇത്. മറ്റൊരു കേസ്, ലാസ്റ്റ് വൺ, വെൻ existing partner surrender a particular portion of their share in favor of new partner. ഇത്തരം പ്രോബ്ലത്തിൽ പുതിയ പങ്കാളിയുടെ ഷെയർ നൽകിയിട്ടുണ്ടാവില്ല. പകരം പഴയ പങ്കാളികൾ അവരുടെ ഷെയറിന്റെ ഒരു നിശ്ചിത ഭാഗം പുതിയ പങ്കാളിക്ക് നൽകുന്നു. അപ്പൊ എയും ബിയും ഉണ്ടെങ്കിൽ എ അയാളുടെ ഷെയറിന്റെ ഒരു
ഒരു പ്രത്യേക ഭാഗം സിക്ക് നൽകുന്നു, ബിയും അയാളുടെ ഷെയറിന്റെ ഒരു പ്രത്യേക ഭാഗം സിക്ക് നൽകുന്നു. അപ്പൊ 2 ഷെയറും കൂടി ചേർന്നതായിരിക്കും പുതിയ പങ്കാളിയായിട്ടുള്ള സിയുടെ ഷെയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ വ്യത്യസ്ത കേസുകൾ നമ്മൾ രണ്ടാമത്തെ പോസിബിലിറ്റീസിലുണ്ട്. അപ്പൊ ഇതിൽ വ്യത്യസ്തമായ 5 കേസുകൾ ഇത്തരത്തിൽ നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത്തരത്തിലുള്ള ഏതൊരു കേസിലും നമ്മൾ ന്യൂ റേഷ്യോ കണ്ടെത്താൻ അവരുടെ ഓൾഡ് റേഷ്യോയിൽ നിന്നും സാക്രിഫൈസിങ് റേഷ്യോ കുറച്ചാൽ മതി. അപ്പോൾ ഇത്തരം ഈ 5 കേസുകളിലും ന്യൂ റേഷ്യോ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാൻ ബി അസർട്ടൈൻഡ് by deducting sacrificing ratio from their old ratio. പുതിയ പങ്കാളികളുടെ പഴയ പങ്കാളികളുടെ പുതിയ ഷെയർ കണ്ടെത്താൻ അവരുടെ പഴയ ഷെയറിൽ നിന്നും അവരെത്രയാണ് പുതിയ പങ്കാളിക്ക് കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത് ആ ഷെയർ കുറച്ചാൽ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടെത്താം. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ആദ്യത്തെ 2 കേസുകൾ മാത്രമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ, വെൻ ന്യൂ പാർട്ട്ണർ അക്വയർ ഹിസ് ഓർ ഹർ ഷെയർ ഫ്രം അതർ പാർട്ട്നേഴ്സ് ഈക്വലി. മറ്റ് പുതിയ പങ്കാളി പഴയ പങ്കാളികളിൽ നിന്ന് അയാളുടെ ഷെയർ തുല്യമായിട്ടാണ് നേടുന്നതെങ്കിൽ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക, സാക്രിഫൈസ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ പുതിയ പങ്കാളിക്ക് അയാളുടെ ഷെയർ പഴയ പങ്കാളികൾ നൽകുന്നത് തുല്യമായിട്ടാണ്. അപ്പോൾ ഇത്തരം കേസിൽ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ഓഫ് existing or old partners is to be ascertained after deducting the sacrifice share from his old share. ഇത്തരം കേസിൽ പഴയ പങ്കാളികളുടെ അല്ലെങ്കിൽ നിലവിലുള്ള പങ്കാളികളുടെ പുതിയ ഷെയർ കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? അവരുടെ പഴയ ഷെയറിൽ നിന്നും അവരെത്രയാണോ സാക്രിഫൈസ് ചെയ്ത ഷെയർ അത് ഡിഡക്റ്റ് ചെയ്താൽ മതി, കുറച്ചാൽ മതി. ദാറ്റ് ഈസ് ന്യൂ ഷെയർ. എങ്ങനെ കാണാം? ഓൾഡ് ഷെയറിൽ നിന്നും അവരെത്രയാണോ സാക്രിഫൈസ് ചെയ്ത ഷെയർ അത് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ദെൻ ന്യൂ ഷെയർ ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ്, പഴയ പങ്കാളികളുടെ പുതിയ ഷെയർ കണ്ടെത്താൻ കഴിയും. ഇനി ഇത്തരം കേസിൽ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ടത് എങ്ങനെ? അതിന്റെ ഫോർമുലയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. എന്നാൽ ഇത്തരം കേസിൽ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ടതുണ്ടോ? ഒരിക്കലുമില്ല. നമ്മൾ പ്രോബ്ലത്തിൽ തന്നെ പഴയ പങ്കാളികളുടെ സാക്രിഫൈസ് റേഷ്യോ തന്നിട്ടുണ്ട് അല്ലെ? ഇവിടെ എങ്ങനെയാണ് പഴയ പങ്കാളികൾ പുതിയ പങ്കാളിക്ക് ഷെയർ നൽകുന്നത്? ഈക്വലി, തുല്യമായിട്ടാണ്. ആയതുകൊണ്ട് തന്നെ ദർ ഈസ് നോ നീഡ് ടു കാൽക്കുലേറ്റ് സാക്രിഫൈസ് റേഷ്യോ ഇൻ ദിസ് കേസ്. ഈ കേസിൽ നമ്മൾ സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ടതില്ല. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് ഈക്വലി, തുല്യമായിട്ടാണ്. അപ്പോൾ എയും ബിയും ആണെങ്കിൽ 1:1. അപ്പോൾ ഇത്തരം കേസിൽ സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ടതില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം sharing profit in the ratio of 7:5. They admit C into partnership for 1/6 share which he acquires equally from A and B. Calculate the new ratio and sacrifice ratio. എയും ബിയും പങ്കാളികളാണ്. അവർ ഇതുവരെ ലാഭവും നഷ്ടവും പങ്കുവച്ചിരുന്നത് 7:5 എന്ന അനുപാതത്തിലാണ്. അവർ പുതുതായി സി എന്ന പങ്കാളിക്ക് പ്രവേശനം നൽകുന്നു ഫോർ എ 1/6 ഷെയർ. 1/6 ഷെയർ അല്ലെ, 1/6 ഷെയർ നൽകിക്കൊണ്ട് സി അഡ്മിറ്റ് ചെയ്യുന്നു. ആ 1/6 ഷെയർ സി നേടുന്നത് വിച്ച് ഹി അക്യൂസ് ഈക്വലി ഫ്രം എ ആൻഡ് ബി. അപ്പൊ 1/6 പകുതി എയും പകുതി ബിയുമാണ് നൽകുന്നത്. അപ്പോൾ ഇത്തരം ഒരു കേസിൽ നമ്മൾ എങ്ങനെയാണ് ന്യൂ റേഷ്യോ കണ്ടെത്തുക, അല്ലെങ്കിൽ എങ്ങനെ സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്താമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഇവിടെ സിയുടെ ഷെയർ എത്രയാണെന്ന് നോക്കുക. സി ഷെയർ ഈക്വൽ ടു 1/6. സിയുടെ ഷെയർ 1/6 ആണ്. ഇനി
സാക്രിഫൈസ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി, എയും ബിയും സാക്രിഫൈസ് ചെയ്യുന്ന എങ്ങനെയാണ്? ഈക്വലി തുല്യമായിട്ടാണ് അല്ലേ? ഈ 6-1 ഷെയർ സിക്ക് എയും ബിയും നൽകുന്നത് എയുടെ ബിയുടെ കയ്യിൽ നിന്നും തുല്യമായിട്ടാണ് നേടുന്നത്. അപ്പൊ സാക്രിഫൈസ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ 1:1 അല്ലേ? രണ്ടുപേരും 1:1 എന്ന് പറഞ്ഞാൽ 1/2:1/2 അല്ലേ? ആ അനുപാതത്തിലാണ് അവര് സാക്രിഫൈസ് ചെയ്യുന്നത്. ഇനി ഇവിടെ സിയുടെ ഷെയർ തന്നു, സാക്രിഫൈസ് റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും നമ്മൾ എത്രയാണ് സാക്രിഫൈസ് ചെയ്തത് എന്ന് കണ്ടെത്താം. അതായത് ന്യൂ റേഷ്യോ കണ്ടെത്താൻ ഓൾഡ് റേഷ്യോയിൽ നിന്നും സാക്രിഫൈസിങ് ഷെയർ കുറക്കണം അല്ലെ? ഓൾഡ് ഷെയറിൽ നിന്നും സാക്രിഫൈസ് ഷെയർ കുറക്കണം. അതിനുവേണ്ടി നമ്മൾ ഇനി എയുടെ സാക്രിഫൈസ് കണ്ടെത്താം. എ സാക്രിഫൈസ് ചെയ്യുന്നത് സിയുടെ ഷെയറിന്റെ പകുതിയാണ് അല്ലെ? സിയുടെ ഷെയർ എത്രയാണ്? 1/6 ഇൻറ്റു അതിന്റെ ഹാഫ് എത്രയായിരിക്കും? 1:1 ആണ്. അപ്പോൾ 1/2. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. 1:1 6 × 2 12 അല്ലെ? 1/12. എയുടെ സാക്രിഫൈസ് കണ്ടെത്തി. ഇനി ഇതേപോലെ തന്നെ ബിയുടെ സാക്രിഫൈസ് എന്ത് തന്നെ ആയിരിക്കും? 1/6ന്റെ ഹാഫ് ആണല്ലേ? തുല്യമായിട്ടാണ്, അതും 1/2. അപ്പൊ എയുടെയും ബിയുടെയും സാക്രിഫൈസ് നമ്മൾ കണ്ടെത്തി. എങ്ങനെയാണ് സാക്രിഫൈസ് കണ്ടെത്തിയത്? പുതിയ പങ്കാളിയുടെ ഷെയറിനെ അവരുടെ സാക്രിഫൈസിങ് ഷെയർ കൊണ്ട് ഗുണിച്ചു അല്ലെ? എയും ബിയും ഈക്വലി തുല്യമായിട്ടാണെന്ന് പറയുമ്പോൾ 1:1, ദാറ്റ് ഈസ് 1/2. ഓക്കെ. ഇനി എയുടെയും ബിയുടെയും സാക്രിഫൈസ് കണ്ടെത്തി കഴിഞ്ഞു. ഇനി എയുടെ ന്യൂ ഷെയർ എങ്ങനെ കാണാൻ വേണ്ടി നമുക്കറിയാം, ന്യൂ റേഷ്യോ കാണാൻ ഓൾഡ് റേഷ്യോയിൽ നിന്നും എന്ത് കുറക്കണം? സാക്രിഫൈസിങ് റേഷ്യോ കുറക്കണം അല്ലെ? ഓൾഡ് റേഷ്യോയിൽ നിന്നും സാക്രിഫൈസ് റേഷ്യോ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂ റേഷ്യോ കിട്ടും. ഇവിടെ ഇവരുടെ ഓൾഡ് റേഷ്യോ എന്താണ്? എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ ഓഫ് എ ആൻഡ് ബി ഈക്വൽ ടു 7:5 പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. 7:5 എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 7/12. 7 കൂട്ടിയാൽ 12 അല്ലേ? അപ്പൊ 7/12 5/12. അപ്പോൾ ഓൾഡ് റേഷ്യോ നമ്മൾക്ക് മനസ്സിലാക്കി, സാക്രിഫൈസ് റേഷ്യോ നമുക്കറിയാം. ഇനി എയുടെ ന്യൂ ഷെയർ ഈക്വൽ ടു ന്യൂ ഷെയർ ഓഫ് എ ഈക്വൽ ടു എയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? ഇവിടെ 7/12 മൈനസ് അയാളുടെ സാക്രിഫൈസ് എത്രയാണ്? 1/12 ഈക്വൽ ടു 7 - 1 ഈക്വൽ ടു 6/12 അല്ലേ? ഇനി ന്യൂ ഷെയർ ഓഫ് ബി ഈക്വൽ ടു ബിയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 5/12 മൈനസ് അയാൾ എത്രയാണ് സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്? 1/12 ഈക്വൽ ടു 5 - 1/12 ഈക്വൽ ടു 4/12 അല്ലേ? അപ്പൊ എയുടെയും ബിയുടെയും ന്യൂ ഷെയർ കണ്ടെത്തി. ഇനി നമ്മളൊരു റേഷ്യോ പറയുമ്പോൾ മുഴുവൻ ആളുകളുടെയും ചേർത്ത സിയുടെ കൂടി ചേർത്താണ് പറയുക. അപ്പൊ സിയുടെ ഷെയർ എത്രയാണ്? പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് 1/6 അല്ലേ? അപ്പോൾ എയുടെ ഷെയർ 6/12, ബിയുടെ ഷെയർ 4/12, സിയുടെ ഷെയർ 1/6 ആണ്. അപ്പോൾ സിയുടെ ഷെയറിന്റെയും എയുടെയും ബിയുടെയും ഷെയറിന്റെയും ഛേദങ്ങൾ ഒന്നല്ല അല്ലേ? അപ്പൊ ഇത് 12 ആണ് എയുടെയും ബിയുടെയും ഷെയർ, ന്യൂ ഷെയറിന്റെ ഛേദം എന്ന് പറയുന്നത്. ആയതുകൊണ്ട് തന്നെ 1/6നെ നമുക്ക് 12 അതിന്റെ ഛേദം എത്രയാക്കി മാറ്റണം? 12 ആക്കി മാറ്റണം. അത് 12 ആക്കി മാറ്റാൻ എന്താ ചെയ്യുന്നത്? എത്ര കൊണ്ട് ഗുണിച്ചാൽ ഛേദത്തെ 12 ആക്കി മാറ്റാൻ കഴിയുമോ അതേ സംഖ്യ കൊണ്ട് മുകളിലും ഗുണിക്കണം. അപ്പൊ ഉദാഹരണം 6നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 × 2 എത്രയാണ്? 12 ലഭിക്കും. അപ്പൊ മുകളിലും 2 ഗുണിക്കണം. ഉദാഹരണം നോക്കൂ, 1 × 2 / 6 × 2 അല്ലെ? 6നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 12 ലഭിക്കും. അതേ തുക കൊണ്ട് മുകളിലും ഗുണിക്കണം. അപ്പൊ ഈക്വൽ ടു 2/12. അപ്പോൾ എയുടെയും ബിയുടെയും സിയുടെയും പുതിയ ഷെയർ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ therefore ന്യൂ റേഷ്യോ ഈക്വൽ ടു 6/12 4/12 2/12. ദാറ്റ് ഈസ് 6:4:2. ഇതിന് ഇനിയും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. 6ൽ 2 3 തവണ, 4ൽ 2 തവണ, 2ൽ 1 തവണ. അപ്പൊ 3:2:1.
ഇനി നമ്മൾ തൊട്ട് മുമ്പ് മനസ്സിലാക്കി ഇത്തരം കേസിൽ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ടതില്ല. എന്തായിരിക്കും? ഈക്വലി തുല്യമായിട്ടാണ്. അപ്പൊ എയുടെയും ബിയുടെയും സാക്രിഫൈസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി ചർച്ച ചെയ്യാം. പ്രവീൺ ആൻഡ് നവീൻ ആർ പാർട്ട്നേഴ്സ് sharing profit in the ratio of 7:3. They admit Reena for 1/5 share of profit which he take equally from Praveen and Naveen. Calculate sacrifice ratio and new profit share ratio. Praveen, Naveen എന്നിവർ ലാഭവും നഷ്ടവും പങ്കുവെക്കുന്ന അനുപാതം 7:3 അല്ലേ? അപ്പൊ 7/10 3/10. അവര് റീന എന്ന പുതിയ പങ്കാളിക്ക് 1/5 ഷെയർ നൽകിയിട്ട് അഡ്മിഷൻ നൽകുകയാണ്. ആ 1/5 ഈ പ്രവീണും നവീനും തുല്യമായിട്ടാണ്. 1/5 പകുതി പ്രവീണും പകുതി നവീനുമാണ് നൽകുന്നത്. നമ്മളോട് സാക്രിഫൈസ് റേഷ്യോയും ന്യൂ റേഷ്യോയും കണ്ടെത്താനാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ റീനാസ് ഷെയർ ഈക്വൽ ടു അല്ലെ, പുതിയ പങ്കാളിയുടെ ഷെയർ എത്രയാണ്? 1/5. ഇനി പ്രവീണിന്റെയും നവീന്റെയും സാക്രിഫൈസിങ് റേഷ്യോ എത്രയാണ്? 1:1. തുല്യമായിട്ടാണ് അവര് പുതിയ പങ്കാളിക്ക് നൽകുന്നത്. അപ്പോൾ തുല്യം 1:2. രണ്ടുപേരാണ്. അപ്പോൾ 1:1. ദാറ്റ് ഈസ് 1/2:1/2. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടുപേരുടെയും സാക്രിഫൈസ് കണ്ടെത്താം. അപ്പോൾ പ്രവീണിന്റെ സാക്രിഫൈസ് ഈക്വൽ ടു റീനയുടെ ഷെയറിന്റെ പകുതിയാണ്. അപ്പോൾ 1/5 പകുതി എന്ന് പറഞ്ഞാൽ 1/5 ഇൻറ്റു 1/2 ഈക്വൽ ടു 1/10. Then നവീന്റെ സാക്രിഫൈസ് ഈക്വൽ ടു 1/5 ഇൻറ്റു 1/2 ഈക്വൽ ടു 1/10. അപ്പോൾ പ്രവീണിന്റെയും നവീനിന്റെയും സാക്രിഫൈസ് നമ്മൾ കണ്ടെത്തി. ഇനി ന്യൂ റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ് റേഷ്യോ. ഇനി പ്രവീണിന്റെ ന്യൂ ഷെയർ നമുക്ക് കാണാം. പ്രവീണിന്റെ ന്യൂ ഷെയർ കാണാൻ നമുക്ക് എന്ത് വേണം? ഓൾഡ് ഷെയർ റേഷ്യോ മൈനസ് സാക്രിഫൈസ് റേഷ്യോ ആണ്. അപ്പൊ ആദ്യം അവരുടെ ഓൾഡ് റേഷ്യോ മനസ്സിലാക്കണം. ഓൾഡ് റേഷ്യോ എന്താണ്? പ്രവീണിന്റെയും നവീന്റെയും ഓൾഡ് റേഷ്യോ ഈക്വൽ ടു ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7:5. ദാറ്റ് ഈസ് 7/10 3/10 അല്ലെ? 7:3 ആണ്. 7:3 ദാറ്റ് ഈസ് 7/10 3/10. അപ്പോൾ നമുക്ക് പ്രവീണിന്റെ ന്യൂ ഷെയർ എങ്ങനെ കാണാം? അയാളുടെ ഓൾഡ് ഷെയർ എന്ന് പറയുന്നത് 7/10 മൈനസ് സാക്രിഫൈസിങ് റേഷ്യോ 1/10 ഈക്വൽ ടു 7 മൈനസ് 1/10 ഈക്വൽ ടു 6/10. ഇതേപോലെ നമുക്ക് നവീനിന്റെ പുതിയ ഷെയർ കാണാം. ഈക്വൽ ടു 3/10. ഓൾഡ് ഷെയർ 3/10 മൈനസ് അയാൾ സാക്രിഫൈസ് എത്രയാണ്? അത് 1/10 ആണ്. അപ്പോൾ 3/10 മൈനസ് 1/10 ഈക്വൽ ടു 3 മൈനസ് 1/10 അല്ലേ? 3ൽ നിന്ന് 1 കുറക്കുക. അപ്പോൾ 2/10 എന്ന് കിട്ടും. ഇനി അപ്പൊ പ്രവീണിന്റെയും നവീനിന്റെയും പുതിയ ഷെയറായി. ഇനി റീനയുടെ ഷെയർ എത്രയാണ്? 1/5 ആണ്. പ്രവീണിന്റെയും നവീന്റെയും ഷെയറിന്റെ ഛേദം 10 ആണ്. റീനയുടെ ഷെയർ എന്താണ്? 1/5 ആണ്. അപ്പൊ അതിനെ കൂടി 10 ആക്കി ഛേദം എന്താണ്? ഒരേപോലെ ആക്കണം. അപ്പൊ എത്ര കൊണ്ട് ഗുണിച്ചാൽ മതി? 5നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 10 മാറും? 5 ഇൻറ്റു 2 അല്ലെ? 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ അതേ 2 കൊണ്ട് തന്നെ അംശത്തെയും ഗുണിക്കണം. ദാറ്റ് ഈസ് 1 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 5 ഇൻറ്റു 2. അപ്പൊ എത്ര കൊണ്ട് ഗുണിച്ചാലാണോ ഛേദം 10 ആവുന്നത് അതേ സംഖ്യ കൊണ്ട് മുകളിലും ഗുണിക്കണം. അപ്പൊ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ മുകളിലും 2 ഗുണിക്കണം. അപ്പോൾ 2/10. അപ്പൊ 3 പേരുടെയും ന്യൂ ഷെയർ നമ്മൾ കണ്ടെത്തി. therefore ന്യൂ റേഷ്യോ ഈക്വൽ ടു 6/10 2/10 2/10. ദാറ്റ് ഈസ് 6:2 ദാറ്റ് ഈസ് 3:1:1. ഇവിടെ നമുക്ക് സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ടതുണ്ടോ? ഇല്ല, നമുക്കറിയാം അതെന്ത് തന്നെയാണ്? 1:1. അപ്പോൾ മറ്റൊരു പ്രോബ്ലം കൂടി നമ്മൾ ചർച്ച ചെയ്തു. ഇനി മറ്റൊരു കേസാണ് ഇനി ചർച്ച ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ ന്യൂ പാർട്ട്ണർ അക്വയർ ഹിസ് ഷെയർ ഓൺലി ഫ്രം വൺ പാർട്ട്ണർ. പുതിയ പങ്കാളി അയാൾക്കുള്ള ഷെയർ പഴയ പങ്കാളികളിലെ ഒരു പങ്കാളിയിൽ നിന്നാണ് നേടുന്നതെങ്കിൽ, അതായത് ഒരു പങ്കാളിയാണ് പുതിയ പങ്കാളിക്ക് ഷെയർ നൽകുന്നത്. ആ ഒരു പങ്കാളിയുടെ ഷെയറാണ് ഒരു ഭാഗമാണ് പുതിയ പങ്കാളിക്ക്
നൽകിയത് എന്നർത്ഥം. അപ്പം ഇവിടെയും നമ്മൾ ന്യൂ റേഷ്യോ കാണാൻ ഓൾഡ് ഷെയറിൽ നിന്നും അയാൾ എത്രയാണോ കുറച്ചത് അത് കണ്ടെത്തിയാൽ മതി. ദാറ്റ് ഈസ് ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ് റേഷ്യോ. ഇവിടെയും നമുക്ക് എന്ത് കണ്ടെത്തേണ്ട കാര്യമില്ല, സാക്രിഫൈസ് റേഷ്യോ കണ്ടെത്തേണ്ട കാര്യമില്ല. അവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ ഒരാൾ മാത്രമേ സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഒരു പ്രത്യേക റേഷ്യോ ഒന്നും ഉണ്ടാവില്ല, ഒരാൾ മാത്രമാണ് ഇവിടെ സാക്രിഫൈസ് ചെയ്യുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. റെന and Ria are partners in a firm sharing profit in the ratio of 9:7. They admit Rida into partnership for a 3/16 share which he acquired wholly from Rana. Calculate the new profit sharing ratio. ഇവിടെ റന റിയ അവരുടെ ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 9:7. അവർ റിത എന്ന പുതിയ പങ്കാളിയേക്ക് അഡ്മിഷൻ നൽകുന്നു. ആ റിതക്ക് നൽകുന്ന ഷെയർ എത്രയാണ്? 3/16 അല്ലേ? 3/16 ഷെയർ ആണ്. അത് മുഴുവനായിട്ട് ആ 3/16 മുഴുവനും നൽകുന്ന ആരാണ്? റെനയാണ് നൽകുന്നത്. അപ്പൊ റെനക്ക് ഷെയറിൽ നിന്നാണ് 3/6 നൽകുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. ആദ്യം റിതയുടെ ഷെയർ എത്രയാണ്? 3/16 ആണ്. അത് മുഴുവനായി നൽകുന്ന ആരാണ്? റെനയാണ് നൽകുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ന്യൂ റേഷ്യോ കാണാനുള്ള ഫോർമുല എന്താണ്? ഓൾഡ് റേഷ്യോ മൈനസ് സാക്രിഫൈസ് റേഷ്യോ അല്ലേ? അപ്പോൾ ഇവിടെ ആരുടെ മാത്രമേ ന്യൂ റേഷ്യോ കണ്ടെത്തേണ്ടതുള്ളൂ? ശരിക്ക് ന്യൂ റേഷ്യോയിൽ അവരുടെ റേഷ്യോയിൽ മാറ്റം വരുന്ന ആർക്കേ ഉള്ളൂ? റെനക്ക് മാത്രമേ ഉള്ളൂ. കാരണം റെനയാണ് മുഴുവൻ ഷെയറും പുതിയ പങ്കാളിക്ക് നൽകുന്നത്. അപ്പോൾ ഓൾഡ് റേഷ്യോ ഓഫ് റെന ആൻഡ് റിയ അവരുടെ പഴയ റേഷ്യോ 9:7, ദാറ്റ് ഈസ് 9/16 ഇൻറ്റു 7/16 അല്ലേ? അപ്പോൾ റെനയുടെ ന്യൂ ഷെയർ ഈക്വൽ ടു റെനയുടെ പഴയ ഷെയർ എത്രയാണ്? 9/16, 9/16 കുറക്കണം. അയാളുടെ സാക്രിഫൈസ് എത്രയാണ്? 3/16 മുഴുവനും ആരാ നൽകുന്നത്? റെനയാണ്. അപ്പം മൈനസ് 3/16, ദാറ്റ് ഈസ് 9 - 3/16 ഈക്വൽ ടു 6/16, 6/16. അപ്പോൾ ഇനി റിയയുടെ ഷെയർ പുതുതായിട്ട് കണ്ടെത്താനൊന്നുമില്ല. റിയയുടെ ഷെയർ, കാരണം റിയ പുതിയ പങ്കാളിക്കൊന്നും നൽകുന്നില്ല. അപ്പൊ റിയയുടെ ഷെയർ എത്രയാണ്? ഓൾറെഡി തന്നിട്ടുണ്ട്. എത്രയാണ്? 7/16 അല്ലേ? ഇനി റിതയുടെ ഷെയറോ? അത് 3/16. അപ്പോൾ ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ന്യൂ റേഷ്യോ ഈക്വൽ ടു 6/16 ഇൻറ്റു 7/16 ഈസ് 3/16, ദാറ്റ് ഈസ് 6:7:3. അപ്പോൾ ഒരു പങ്കാളി മാത്രമാണ് മുഴുവൻ പുതിയ പങ്കാളിയുടെ മുഴുവൻ ഷെയറും നൽകുന്നതെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ വളരെ ഈസിയാണ്. ആരാണ് ആ മുഴുവൻ ഷെയർ നൽകുന്നത്? അയാളുടെ പഴയ ഷെയറിൽ നിന്ന് ആ ഷെയർ കുറച്ചാൽ നമുക്ക് എന്ത് കണ്ടെത്താം? അയാളുടെ പുതിയ ഷെയർ കണ്ടെത്താം. മറ്റുള്ളവരുടെ ഷെയറിലൊന്നും മാറ്റമുണ്ടായിരിക്കില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 വ്യത്യസ്ത കേസുകൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഉന്നയിക്കാൻ മറക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട് ചില ഹോംവർക്കുകൾ നമുക്ക് നൽകാം. ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. മഹേഷ് ആൻഡ് ധനേഷ് ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 2:1. Then Arun is admitted for 1/6 share which he acquired equally from both Mahesh and Dinesh. Calculate new ratio and sacrifice ratio. അതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. ആൻസർ ഞാൻ സ്ക്രീനിൽ കാണിച്ചു. ദെൻ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി. അക്ഷയൻ ആൻഡ് ഭാരതി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. They admit Dinesh as a new partner for 1/6 share. അല്ലേ? അക്ഷയൻ ഭാരതി അവരുടെ പഴയ റേഷ്യോ തന്നിട്ടുണ്ട് 3:2. അവര് ദിനേശ് എന്ന് പറഞ്ഞ പുതിയ പങ്കാളി ചേർക്കുന്നു. 5/1 ഷെയറാണ്. അത് മറ്റ് 2 പങ്കാളികളും തുല്യമായിട്ടാണ് നൽകുന്നത്. അപ്പം അവിടെയും ഈ പ്രോബ്ലം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. അതിൻ്റെ ആൻസർ സ്ക്രീനിൽ കാണിച്ചു. 5:3:2 ന്യൂ റേഷ്യോ.
മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് നോക്കാം. Das and Sinha are partners in a firm sharing profit in the ratio of 4:1. They admit Paul as a new partner for 1/6 share in the profit which he acquired wholly from Das. ഇവിടെ പോൾ എന്ന പങ്കാളി 4/1 ഷെയർ ഉണ്ട്. ആ 4/1 ഷെയർ മുഴുവനും നൽകുന്നത് ആരാണ്? ദാസാണ്. അപ്പോൾ ഇത്തരം പ്രോബ്ലം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. മറ്റൊരു പ്രോബ്ലം കൂടി സ്ക്രീനിലുണ്ട്. ആ പ്രോബ്ലവും നിങ്ങളൊന്ന് വർക്ക് ചെയ്ത് നോക്കൂ. അതിൻ്റെ ആൻസറും ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് 2 വ്യത്യസ്ത കേസുകൾ ചർച്ച ചെയ്തു. അതുമായി ബന്ധപ്പെട്ട് 4 ഹോംവർക്കുകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആ ഹോംവർക്കുകളുടെ ആൻസർ കൂടി അതിനോട് കൂടി നൽകിയിട്ടുണ്ട്. നിങ്ങളത് ചെയ്തു നോക്കി നിങ്ങൾക്ക് കൃത്യമായ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്ത 2 കേസിലും ന്യൂ റേഷ്യോ കാണാൻ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഓൾഡ് റേഷ്യോയിൽ നിന്നും സാക്രിഫൈസിങ് ഷെയർ കുറയ്ക്കുകയാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. തുടർന്നുള്ള ബാക്കി കേസുകൾ നമുക്ക് വരുന്ന വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.